അപ്പൊ നമ്മൾ ക്ലേ ഉണ്ടാക്കിയിട്ട് എന്തുണ്ടാക്കണം ചോദിച്ചിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പൊ ഞാൻ തന്നെ ഒരു വെറൈറ്റി ഐറ്റം കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് അത് ചെയ്താലോ. അതിന് വേണ്ടിട്ട് ആവശ്യമുള്ളത് ഇതുപോലത്തെ കുറച്ച് ടൂത്ത് പിക്സും ഇതുപോലത്തെ ഒരു ക്രാഫ്റ്റിംഗ് വയർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഈ കോപ്പർ വയർ സംഘടിപ്പിച്ചു. ഉണ്ടാക്കാൻ പോകുന്ന സംഭവം എന്താന്ന് പറഞ്ഞില്ല. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഹ്യൂമൻ റീഡിംഗ് സ്കൾപ്ചർ. വലിയ സംഭവം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു തുടങ്ങിയതാണ്, പക്ഷെ കാണും പോലെ കുറച്ച് സംഭവം ഉണ്ട്. ഈ കഷ്ടപ്പാടില്ലേ അത് തന്നെ സംഭവം. പണ്ട് മുതൽ ഈ സ്കൾപ്ചറിങ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഇതുവരെ ചെയ്യാത്തൊരു കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ത്വര കൂടുതലായിരിക്കും. ആ ത്വരയും പിടിച്ച് ഞാൻ ഇരുന്നത് 1-2 മണിക്കൂറൊന്നും. കയ്യിൽ പിടിക്കുമ്പോൾ കാല് പോകും, കാല് പിടിക്കുമ്പോൾ കൈ പോകും. അതായിരുന്നു അവസ്ഥ. പക്ഷെ നമ്മളങ്ങനെ വിട്ടുകൊടുക്കുന്ന പാർട്ടിയൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടും ഇതങ്ങ് ചെയ്ത് തീർത്തിട്ടേ അടങ്ങുള്ളൂ ഞാൻ അങ്ങ് തീരുമാനിച്ചു. എന്റെ ഈ കഷ്ടപ്പാടിനെങ്കിലും നിങ്ങളൊരു സബ്സ്ക്രൈബും ലൈക്കും തരാതെ പോവരുതേ പ്ലീസ്. അപ്പൊ ഒരു ദിവസം കൊണ്ട് തന്നെ വീട്ടിലെങ്ങനെ ക്ലേ ചെയ്യാന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിട്ട് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുക്കാമേ. അപ്പൊ ഞാൻ ഈ ചെയ്തെടുക്കുന്ന സ്കൾപ്ചറിന്റെ ലാസ്റ്റ് റിസൾട്ട് കാണാതെ പോവല്ലേ, കാരണം അത് അത്രയ്ക്ക് കിടുവാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വർക്ക് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് സാൻഡ് ചെയ്തു. പിന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഇതുപോലെ ടൈപ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തു, അതിലേക്ക് ഒട്ടിച്ചു. ആളിവിടെ ഗ്ലൂവിൽ മുങ്ങി സെറ്റ് ആവായിരിക്കുവാണ്. അപ്പൊ ഒരു മിനി നോട്ട്ബുക്കും കൂടി കയ്യിൽ വെച്ച് കൊടുത്തു. അപ്പൊ അടുത്ത് ഞാൻ ക്ലേ വെച്ച് എന്താണ് ഉണ്ടാക്കേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വർക്ക് എങ്ങനെയുണ്ടെന്ന് പറയാൻ മറക്കല്ലേ. പിന്നെ ലൈക്ക് സബ്സ്ക്രൈബും കൂടി. അപ്പൊ ശരി, എന്നാ നാളെ കാണാം.